ഹലോ, കുറേ നാളായില്ലേ ലോങ് വീഡിയോ ഒക്കെ കണ്ടിട്ട്. അപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ ഓണം ഫംഗ്ഷനാണ്, അപ്പോൾ നമുക്കതൊന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വെച്ചു. ഞാൻ പട്ടുപാവാടയിൽ ഇറങ്ങിയിരിക്കുന്നത്. ഇതിൻ്റെ ഒരുക്കങ്ങളൊക്കെ നേരത്തെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഡ്രസ്സ് വാങ്ങിക്കുക, വള വാങ്ങിക്കുക, മാല വാങ്ങിക്കുക, കമ്മൽ വാങ്ങിക്കുക. അപ്പോൾ എനിക്ക് നടക്കുന്നത് പ്രീ പ്ലീറ്റിംഗ് ആണ്. ശ്രുതികയുടെ റൂമിൽ വെച്ചിട്ട് ഞാൻ സാരി എടുക്കേണ്ടെന്ന് വെച്ചതിന് കാരണം യൂജിയോടെ സാരി എടുത്താണ് പോയിട്ടുണ്ടായിരുന്നു ഓണം ഫംഗ്ഷനൊക്കെ പോയി. ഓണം ഫംഗ്ഷൻസിനൊക്കെ അതുകൊണ്ട് ഞാൻ പട്ടുപാവാടയാക്കാന്ന് വെച്ചു, ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നെക്സ്റ്റ് ഡേ കളിക്കാനുള്ള തിരുവാതിര വൈകുന്നേരം പ്രാക്ടീസ് നടക്കുന്നതാണ് ഈ കാണുന്നത്. തിരുവാതിര പാട്ടും കാര്യങ്ങളെല്ലാം ഡിസൈഡ് ചെയ്തത് ഇപ്പോഴാണ്. അത്തപ്പൂക്കളും ഡിസൈനൊക്കെ നടക്കുന്നുണ്ട്. അത് വരയ്ക്കാൻ കഴിവുള്ളവർ വരയ്ക്കുന്നുണ്ട്, കഴിവില്ലാത്ത നമ്മളൊക്കെ മാറിയിരിക്കുന്നുണ്ട്. തിരുവാതിരയ്ക്ക് ഞാൻ ജോയിൻ ചെയ്തതിന് കാരണം ലാസ്റ്റ് മിഷുള്ള പ്രാക്ടീസ് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല ജോയിൻ ചെയ്യാൻ. ആരെന്നൊക്കെ മനസ്സിലായോ? ലക്ഷ്മി മതി. ബാസിന്റെ പോലുണ്ട്. ഇത് ടമ ചെയ്തില്ലേ ബാസിന്റെ ക്യാരക്ടറായിപ്പോ ചിന്തിച്ചില്ല, ഈ ഐഡിയ ഉണ്ടായില്ല. ഇത് എന്തിനാ ഇടുന്നതെന്ന് ചോദിച്ചാൽ എനിക്കും അറിയത്തില്ല. കാരണം പട്ടുപാവാട ഇട്ടപ്പോഴത്തേക്ക് ഇത് ആരും കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്നൊരവസ്ഥയിലാണ് ഇത് പോയിട്ടുള്ളത്. എന്തായാലും എൻ്റെ സന്തോഷത്തിന് ഞാൻ ഇട്ടു. സന്തോഷത്തിനാണെന്നറിയില്ല, ലക്ഷ്മി ഇട്ടോണ്ട് ഞാൻ ഇട്ടു. നൈറ്റ് തലേന്ന് ഫുഡ് ഇല്ലാത്തതുകൊണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തു പോയതാണ്. പിന്നെ ഫുഡ് കഴിക്കാൻ മൂടില്ലാത്തതുകൊണ്ട് ലൈറ്റായിട്ട് കഴിച്ചിട്ട് നേരെ അത്തോടുന്നിടത്തോട്ട് എത്തി. അവിടെ ചെറുതായിട്ട് ഞാൻ സഹായിച്ചുള്ളൂ. കാരണം എനിക്ക് കുനിഞ്ഞാലും മൂക്കൊലിക്കും. ഒരു പനി കഴിഞ്ഞിട്ടിരിക്കുവായിരുന്നു. ഒരു ഫ്രഷ് ആയിട്ടാണ് കഴിഞ്ഞതേ ഓർമ്മയുള്ളൂ. അന്ന് തന്നെ എനിക്ക് വയ്യാണ്ടായി. പിന്നെ രാത്രി എന്നെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി ആയിട്ടുണ്ടായിരുന്നു. കുറേ എൻ്റെ ബ്ലഡൊക്കെ താഴെ പോയി കുത്തി എടുത്തിട്ട് അങ്ങനെ നമ്മൾ അത്തോടുന്നിടത്ത് നിന്നിട്ട് കുറച്ചിടത്ത് ഞാൻ പോന്നു. കാരണം എനിക്ക് മെഹന്തി ഇടാനുണ്ട്. ഞാൻ ലക്ഷ്മി പെയറായിട്ട് മെഹന്തി ഇടാൻ തീരുമാനിച്ചു. അതിപ്പോൾ കാണിച്ചു തരാം. അത് കുഴപ്പമില്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കിൽ താമര വരയ്ക്കുന്നുണ്ട്. താമര സുഹാന വരച്ചു, നഷ ഫില്ല് ചെയ്ത് തന്നു. ഇത് നമ്മൾ നെക്സ്റ്റ് ഡേ നമ്മൾ വന്നപ്പോഴത്തേക്ക് അത്തത്തിലേക്ക് നോക്കിയിരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ കാണുന്നത്. പിന്നെ ശരിയാക്കുന്നുണ്ട്. അനിലേട്ടനും സുനിലേട്ടനും കൂടെ അശ്വൻ മാവിൽ ഒരുക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. പിന്നെ ശ്രീഹരി സാർ വന്നിട്ടുണ്ടായിരുന്നു, ഗണേഷ് സാർ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഒക്കെ ഓരോന്ന് റെഡിയാക്കിയിട്ട് മാവിലി അങ്ങനെ സെറ്റായി. ഇത് നമ്മുടെ പ്രോഗ്രാമുണ്ട്. അതിന് മുന്നായിട്ട് മാൻഡറ്ററി ആയിട്ടുള്ള ഫോട്ടോ എടുക്കലൊക്കെ നടക്കുന്നുണ്ട്. അതിനുശേഷം ഒഫീഷ്യൽ പ്രോഗ്രാം തുടങ്ങി. ഡിപ്പാർട്ട്മെന്റ് വൈസിലാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് കേട്ടോ. Let's begin this celebration with smiles on our faces, happiness in our hearts, and new spirit of Onam within us. So once again, happy Onam. Onashamsagal. Smarami vasishta vamadevati vandita ganapatim शुभं करोति कल्याणं आरोग्यं धनसम्पदा शत्रुबुद्धिविनाशाय दीपज्योतिर्नमोस्तुते दीपज्योतिर्नमोस्तुते दीपज्योतिः परब्रह्म दीपज्योतिर्जनार्दन दीपो हरतु मे पापं दीपज्योतिर्नमोस्तुते 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 शुभं कुरु त्वं कल्याणम् ആരോഗ്യം ധനസം. അതിനുശേഷം ഓണത്തിനെ കുറിച്ച് ടീച്ചേഴ്സ് സംസാരിക്കുകയാണ്. ഫസ്റ്റ് ശ്രീഹരി സാർ സംസാരിക്കുന്നുണ്ട്. ശ്രീഹരി സാറാണ് മലയാളി. സോ ശ്രീഹരി സാറിന് കുറച്ചുകൂടെ ഇതിൻ്റെ ഐതിഹ്യങ്ങളെ പറയാനറിയാം. പിന്നെ HOD, അതിനുശേഷം അഞ്ജല മാം, ദെൻ ഗണേഷ് സാർ സംസാരിക്കുന്നുണ്ട്. ഓണത്തിനെ കുറിച്ച് അവരുടെ എക്സ്പീരിയൻസ് പറയുകയാണ്. പിന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് 2 ചേച്ചിമാരുണ്ട്. ആ ചേച്ചിമാരെ നിർബന്ധിച്ച് പറയിപ്പിക്കുന്നുണ്ട്. ഇനി സ്റ്റുഡൻസിൻ്റെ കൂടെ സ്റ്റുഡൻസ് എല്ലാവരും തന്നെ സ്വന്തം അഭിപ്രായങ്ങളും അനുഭവങ്ങളൊക്കെ പറയണം. അതിനുശേഷം തിരുവാതിര കോവലനും കണ്ണകിയും അങ്ങനെ ഒരു തിരുവാതിരയില്ലേ, അതായിരുന്നു ആ തിരുവാതിര. ഫുൾ ഇട്ടാൽ എനിക്ക് കോപ്പിറൈറ്റ് കിട്ടും. അതിനുശേഷം ടാസ്ക്കാണ്. ഇതിങ്ങനെ 6 ആക്ക് മോഡലിൽ ഓടിയിട്ട് ചേറി പോയിരിക്കണം. അങ്ങനെ ലാസ്റ്റ് എത്തിയിട്ട് പോയിട്ട് ഫ്രണ്ടിൽ ഫസ്റ്റ് എത്തുന്ന ടീമാണ് ജയിക്കുക. അങ്ങനെയാണ് ടാസ്ക്. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്ന റീൽസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എനിക്ക് വിശദീകരിക്കാൻ അറിയത്തില്ല. അപ്പോൾ ഈ ടാസ്ക് കഴിഞ്ഞിട്ട് പിന്നെ സുന്ദരിക്ക് പൊട്ടുതൊടലായിരുന്നു. ഫസ്റ്റ് ഗണേഷ് സാറ് പോയി. ഗണേഷ് സാറ് എവിടെ തലയിൽ വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ആരായിരുന്നു, ഒരു PhD സ്കോളറായിരുന്നു. പുള്ളിക്കാരൻ പുരുകത്ത് വെച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുശേഷം ശ്രീഹരി സാറായിരുന്നു. അപ്പോൾ ശ്രീഹരി സാറും പുരുകത്ത് വെച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ഇത് കഴിഞ്ഞ ശേഷം ടാസ്കുകളൊക്കെ അവസാനിച്ചു. ടാസ്കുകളെല്ലാം അവസാനിച്ചൊന്നുമല്ല, അതിനെ ഉച്ചയ്ക്ക് ശേഷം ഇപ്പോൾ നമ്മൾ സദ്യ കഴിക്കാൻ പോകുകയാണ്. ഇതിൻ്റെ ഇടയിൽ ലക്ഷ്മി താഴോട്ട് വന്നിട്ടുണ്ട്. ലക്ഷ്മിയുടെ ഡിപ്പാർട്ട്മെൻറ്റ് മുകളിലാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ പിന്നെ അവിടെ നിന്ന് ഫോട്ടോഷൂട്ട് കാര്യം പറയലതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ സദ്യയിലോട്ട് പോകുന്നുണ്ട്. സദ്യയ്ക്ക് നോർമൽ സദ്യ, നമ്മുടെ ട്രിവാൻഡ്രം സദ്യയല്ല, വേറൊരു സദ്യ, ഓണസദ്യ. ഓക്കെ, അപ്പോൾ അതൊക്കെ കഴിക്കുന്നുണ്ട്. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിം ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്ധർവ്യം ब्रह्म कर्म समालिना ओम शांति शांति
സദ്യ കഴിക്കുക. അപ്പോൾ പാൽപ്പായസം ബോളിയും ഉണ്ട്. ഈ ബോളിക്ക് എന്തോ ഒരു പ്രത്യേകത, എന്താ എനിക്ക് മനസ്സിലായില്ല. ട്രിവാൻഡ്രത്ത് കിട്ടുന്ന ബോളിയല്ല, വേറെ ഏതോ ഒരു ബോളിക്ക് നല്ല പ്രത്യേകതയുണ്ട് നമ്മുടെ ഇവിടെ കിട്ടുന്ന വെച്ച് നോക്കുമ്പോഴത്തേക്ക്. പിന്നെ ഒരു ചെണ്ടമേളം ഉണ്ടായിരുന്നു. അപ്പോൾ ചെണ്ടമേളം ആരംഭിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് നൈസിനങ്ങ് പോകുന്നു. എൻ്റെ ഈ കുഞ്ഞു ഓണാഘോഷം ഇതോടെ കഴിഞ്ഞിട്ടുണ്ട് കോളേജിലുള്ള. അപ്പോൾ ഞാൻ പോരുന്നു. ടാറ്റാ.